സുധാമന്ത്രം ജസ്റ്റ് ഒന്ന് പാടിയിട്ട് നമുക്ക് ഇതിലേക്ക് പോവാം. സുധാമന്ത്രം നിവേദിതം ഋതുമംഗലയാം പ്രപഞ്ചമേ പ്രണതോസ്മി പ്രണതോസ്മി ഉജ്ജ്വലതേജോ നിർഭരവരദേ ശ്രദ്ധാഞ്ജലി സതതം സുധാമന്ത്രം നിവേദിതം ഈ ഭാവയാമിയിലും ഈ സുധാമന്ത്രത്തിലും സാർ ഒരു മ്യൂസിക് ക്ലാസ് ചെയ്തു വെച്ചിട്ടുണ്ട്. ക്ലാസ് ആയിട്ട് നമുക്ക് കേട്ട് പഠിക്കാൻ പറ്റുന്ന ഈ സുധാമന്ത്രം അതായത് ലൈവിൽ പാടുന്നതിന് മുമ്പായിട്ട് ഇതേപോലുള്ള ശ്രുതിഭേദം സ്വരഭേദങ്ങളൊക്കെ ശരത്തേട്ടൻ ചെയ്യുന്ന ഞങ്ങൾ ഇങ്ങനെ സ്റ്റുഡിയോസ് ആയിട്ട് കേൾക്കുന്ന ആളുകളായിരുന്നു. ഒരുപാട് വീണ്ടും എന്നുള്ള ആൽബം, അതിനു മുമ്പ് ചൈത്ര ഗീതങ്ങൾ, ഇതെല്ലാം ഇങ്ങനെ കേൾക്കുമായിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശരത്തേട്ടൻ എനിക്ക് പുള്ളിമാൻ എന്ന് പറഞ്ഞ സിനിമയിലെ ഒരു പാട്ട്, അത് ആ പാട്ട് ഇപ്പോഴും എനിക്ക് ലൈവ് അത് പാടാൻ എനിക്ക് അത്ര ഇതില്ല. ആ പാട്ട് ഓ വാനമേ ഇതേപോലെ പല്ലവി ഇങ്ങനെ സ്കെയിൽ ചേഞ്ച് ആയി വന്നിട്ടുള്ളൊരു പാട്ടാണ്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ച് അത് പാട്ട് പറഞ്ഞു തരുമ്പോൾ അതായത് ഹാർമോണിയം വെച്ചാണ് ശരത്തേട്ടൻ പറയുന്നത്. എന്നോട് പറയും, നീ റെക്കോർഡ് ചെയ്യരുത്, എന്തുണ്ടെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നീ എന്നെ കോൾ ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, എപ്പോൾ വന്നാലും ഞാൻ പറഞ്ഞ റെക്കോർഡ് ചെയ്ത് പഠിക്കുകയേ വേണ്ട, ഇങ്ങനെ തന്നെ മനസ്സിൽ വെച്ച് പഠിക്കും, അങ്ങനെ പഠിക്കും. അപ്പോൾ ആ പാടിത്തരുമ്പോൾ പറഞ്ഞു തരുമ്പോൾ നമുക്കത് ഈസി ആയിട്ട് തോന്നും. കാരണം അങ്ങനെ കോഡ് ചേഞ്ച് ചെയ്ത് സാർ തന്നെ വെച്ചുതരും, ശരത്തേട്ടൻ തന്നെ വെച്ചുതരും. പക്ഷെ പിന്നീട് അതൊന്നും ഇല്ലാതെ ഇത് എന്ത് സംഭവം ഒന്നും മനസ്സിലാവുന്നില്ല, പാട്ട് കിട്ടുന്നില്ല. ഞാൻ ഒരാട്ടനെ വിളിക്കും, ശരത്തേട്ടൻ മനസ്സിലാവുന്നില്ല, അത് പാടിക്കോളും, അത് കറക്റ്റ്. അതായത് ശരത്തേട്ടൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പാടാൻ നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആക്കിയിട്ടാണ് അദ്ദേഹം നമ്മളെ റെക്കോർഡ് ചെയ്യിപ്പിക്കുക. ആക്ച്വലി ഒരു 20-25 മിനിറ്റ്സ് ഒരു പാട്ട് പാടാൻ എടുക്കാറുള്ളൂ. ബാക്കി മുഴുവൻ തമാശ പറഞ്ഞിങ്ങനെ ആ സമയം പോകുന്നതാണ്. അത്ര സമയം എടുക്കുള്ളൂ. അതായത് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടാണ് നമ്മളെ പാട്ട്. ഒരു പാട്ട് ഇതേപോലെ ഒരു ഫോക്ക് സോങ്, അതപ്പം അതിൻ്റെ പ്രോഗ്രാമിംഗ് ഒന്നും ഫുൾ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ അതിവിടെ എറണാകുളത്ത് വെച്ചായിരുന്നു എടുത്ത്. അപ്പോൾ അത് റെക്കോർഡ് ചെയ്യാൻ വന്നപ്പോൾ ശരത്തേട്ടൻ പാടി തുടങ്ങിയപ്പോൾ അങ്ങനെ ഡേ നിർത്ത്, നിനക്ക് സ്പീഡ് കൂടുതലായിട്ട് തോന്നുന്നുണ്ടോ? ഞാൻ പറഞ്ഞ കുറച്ചിങ്ങനെ വാക്കുകൾ ഇങ്ങനെ സ്പീഡ് പോകുന്നു, കുറച്ച് സ്പീഡ് എന്നാൽ കുറയ്ക്കാം, നീ പറയണ്ടേ കുറച്ച് അങ്ങനെ. അപ്പം അങ്ങനെ ഒരു കംഫർട്ടബിൾ സോണിലാണ് എപ്പോഴും എടുക്കുക. വലിയൊരു സ്നേഹം ഉണ്ട് അങ്ങനെ റെക്കോർഡ് ചെയ്തില്ല. അപ്പം അത് ആ പാട്ടിലും ഉണ്ടാവും. അത് പുകഴ്ത്തുന്നത് കാണുമ്പോൾ വേദികളിൽ തന്നെ നമുക്ക് മനസ്സിലാവും സ്നേഹമുള്ളതാണ്. കാരണം നിഷാദിന്റെ പേരെടുത്ത് സാറ് സംസാരിക്കുന്ന സമയത്ത് ഞാനത് ഇന്റർവ്യൂവിൽ നിഷാദിന്റെ പേരിനെ ഹൈലൈറ്റ് ചെയ്യുന്നത് സംസാരിച്ചിട്ടില്ല. അപ്പൊ നിഷാദ് എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, എന്റെ പേര് പറഞ്ഞിട്ട് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്തില്ല. പക്ഷെ ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നതിനോ സാക്ഷാൽ സാറ് പറഞ്ഞു കഴിഞ്ഞു. നിഷാദ് കുറേ പേര് ആ ഒരു പോർഷൻ കട്ട് ചെയ്ത് ഞങ്ങൾക്ക് അയച്ചു തരുകയും ചെയ്തു. സാറ് പറയുന്നു അത് ആ പാട്ടിനെയാണ് സാറ് പറയുന്നതെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. റിയാലിറ്റി ഷോയില് സാർ ഇതുപോലെ ഒരു പയ്യൻ ഒരു പുഷ്പം പാടി. അപ്പോൾ സാറ് ആ സമയത്തും സാറ് പറഞ്ഞു, ഈ പാട്ട് ഒരാൾക്ക് മാത്രമേ എന്നെ ഇംപ്രസ് ചെയ്യിക്കാൻ പറ്റിയിട്ടുള്ളൂ, ഞാൻ ലൈവ് കേട്ടതിൽ ഒരാൾ മാത്രമേ എന്നെ ഇംപ്രസ് ചെയ്യിച്ചിട്ടുള്ളൂ, അത് നിഷാദാണ്. അത് പൊളി രോമാഞ്ചിന്റെ ബഹളമാണ്. ട്രെയിനിങ് ചെയ്ത് കൊണ്ടുവന്നതാണ്. അയ്യോ ഒരിക്കലല്ല, ഇതൊക്കെ എപ്പോഴാ പഠിച്ചേ പറയാല്ല, ഞാനിത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നോ? എന്നിട്ട് ഇതൊക്കെ സാധാരണ ശ്രദ്ധിക്കുന്ന ഞാനാണ്, സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതൊക്കെ കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കും. അതാണ് മറ്റേ കഥ അവിടെ നിൽക്കുന്നു. അതായത് എന്തായാലും വീട്ടുകാർ എതിർക്കുമെന്ന് അറിയാം, പക്ഷേ എന്നിട്ടും ആ സമയത്ത് എന്തായിരുന്നു അപ്പൊ എതിർക്കുന്ന അറിയാം, പക്ഷെ എനിക്കറിയില്ല. അപ്പൊ എന്നോട് പറഞ്ഞു അവിടെ നാട്ടിലെത്തിയിട്ട്
ഞാൻ പറഞ്ഞത് നാട്ടിലെത്തിയിട്ട് വിളിച്ചു ചോദിക്കാം. ബാക്കി കഥ എനിക്കാ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അങ്ങോട്ട് അപ്പോൾ ഏട്ടൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് വരുന്നത്. ഞാൻ തിരിച്ച് എത്തി ഇവിടെ എത്തി ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞു. എനിക്ക് ഏതാണ്ട് അഡ്മിഷനായി, PG ക്ക് അഡ്മിഷനായി. അപ്പം ഞാനിങ്ങനെ വിളിക്കുമ്പോൾ ഞങ്ങൾ വിളിച്ച് സംസാരിക്കുമായിരുന്നു. അപ്പം അങ്ങനെ സംസാരിച്ച് എനിക്ക് ഇഷ്ടമായി. അപ്പോൾ എന്നോട് ചോദിച്ചു ഞങ്ങളിപ്പോൾ അടുത്ത ആഴ്ച എത്തും, അപ്പോൾ ഞാൻ വീട്ടിലേക്ക് വിളിച്ചു ചോദിച്ചോട്ടെ. ഞാൻ പറഞ്ഞു ഇപ്പം വിളിക്കണ്ട. അപ്പൊ പേടി തുടങ്ങി. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് നടക്കൂല. പക്ഷെ ഞാൻ വീട്ടിലേക്ക് വിളിച്ചു കേട്ടോ. അപ്പൊ തന്നെ ഞാൻ വിളിച്ചു. ഞാൻ ആദ്യം വന്ന ഉടനെ തന്നെ എൻ്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞു, ഇങ്ങനെ എനിക്കൊരു കുട്ടിയെ ഇഷ്ടമായിട്ടുണ്ട്. അല്ല ശരിക്കും മാന്യനായിരുന്നു കേട്ടോ. അതെ, നമ്മൾ തെറ്റിദ്ധരിച്ചു. ഞാൻ ഷോക്കായി പോയി. കാരണം വീട്ടിൽ നിന്ന് വിളിക്കുന്ന ആ മോളെ എങ്ങനെ ഇവൻ പറഞ്ഞിട്ടുണ്ട്, മോളുടെ വീട്ടിൽ എങ്ങനെയാണ്. അപ്പൊ ഞാനാകെ ടെൻഷനായി പോയി. ഞാനിവിടെ PG ക്ക് അഡ്മിഷന് നിൽക്കുക, ഇതെങ്ങാനും വീട്ടിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പഠിത്തമല്ല അവിടെ നിൽക്കും. പക്ഷെ ഞാൻ വിളിച്ചു വീട്ടിലേക്ക്. വിളിച്ചപ്പോ അവർ പറഞ്ഞു പറ്റൂല. വളരെ മാന്യമായിട്ട് നടക്കുമോ? ഇല്ല കേട്ടോ, അത്രയല്ല പറഞ്ഞുള്ളൂ സത്യമായിട്ടും. അപ്പൊ ഞാൻ ഓ ഓക്കെ. അപ്പൊ ഞാൻ സവിജയോട് പറഞ്ഞു ഇത് നടക്കൂല എന്നാണല്ലോ പറയുന്നത്. അപ്പൊ സവിജ പറഞ്ഞു നോക്കാം. അപ്പൊ 2 വർഷം PG കഴിയണം. PG 2 വർഷമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടി ഒന്ന് ചോദിച്ചു നോക്കാം. ശരി ഓക്കെ, ആ 2 വർഷം ഉണ്ടല്ലോ, നോക്കാം, വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു. ആ 2 വർഷം ഞങ്ങള് തിക് പ്രണയായി. എന്നുവെച്ചാ ഒരുപാട് അറിയാനും മനസ്സിലാക്കാനും ഒരു ടൈം കിട്ടി. എന്നിട്ടും വിട്ടുപോകാൻ തോന്നിയില്ലല്ലേ? ഇല്ല. ഓ ഗ്രേറ്റ്. വീണ്ടും പുളകം. നിങ്ങളിത് എന്താണ് ഇത് മൊത്തം ഒരേപോലെ ട്രൈ ചെയ്ത് നിങ്ങൾക്ക് എന്നെ കാണുമ്പോ അത് ഫീൽ ചെയ്തില്ല എന്നുള്ളത് എന്റെ ഒരു കുഴപ്പമാണോ? ഫീൽ ചെയ്യേണ്ടവർക്ക് അതുണ്ടാക്കാൻ പറ്റിയല്ലോ. സുന്ദരാ, എന്റെ കോൺഫിഡൻസ് അതായിരുന്നു കേട്ടോ. കാരണം അപ്പോഴേക്കും എനിക്ക് ഏകദേശം അറിയാം, അതായത് ഫീൽഡിലുള്ള വേറെ 2-3 പേരെ പരിചയമുണ്ട്. അപ്പൊ ആ വഴിയൊക്കെ എൻ്റെ ഫ്രണ്ട്സ് ഇതൊക്കെ അറിയുമ്പോൾ നീ എന്ത് വിചാരിച്ചിട്ടാ ഒരാളെ 1 മാസം കണ്ടു പിന്നെ നിനക്ക് ഇഷ്ടമായി എന്നൊക്കെ പറയുന്നു. അപ്പം അങ്ങനെ കുറെ ഫ്രണ്ട്സ് ഉള്ളതുകൊണ്ട് അവരുടേതായ വഴിയിൽ അന്വേഷിക്കുന്നു. എല്ലാം ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇതൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. കോഴിക്കോടുള്ള ഫ്രണ്ട്സ് അന്വേഷിക്കുന്നു, വീടിന്റെ അടുത്തുള്ളവരെയൊക്കെ ചോദിക്കുന്നു, അറിയുന്നു. അപ്പൊ എല്ലാ സ്ഥലത്തുനിന്നും റിപ്പോർട്ട്സ് നല്ലതാ കിട്ടുന്നത്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ എനിക്കൊരു കോൺഫിഡൻസ് ആയി. അപ്പൊ അറിയാം വീട്ടുകാർ ആദ്യം സമ്മതിച്ചില്ലെങ്കിലും അറിഞ്ഞ് സ്വഭാവം അറിയുമ്പോൾ എന്തായാലും അവർക്ക് ഓക്കെ ആയിരിക്കും എന്നുള്ള ഒരു കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു. പക്ഷെ അതിലേക്ക് എത്തിക്കാനുള്ളതാണ് ബുദ്ധിമുട്ട്. സമയമെടുക്കുമ്പോൾ കൗൺസിലിംഗിന്റെ ഭാഗമായിട്ട് അവർക്ക് ഈ പാട്ടുകൾ കേൾപ്പിച്ചു കൊടുക്കുക, ഈ പാട്ട് പാടിയ ആളാണെന്ന് പറയാ. അവരിതിലും മേലെയായിരുന്നു. അവരുടെ കേൾവി തറയത് കർണാട്ടിക് മ്യൂസിക് ആ ലെവലിലുള്ള കേൾവി. അപ്പൊ അവിടെ ഞാൻ തോറ്റിരിക്കുക. അപ്പൊ ആ ഏരിയയിലേക്ക് നമുക്ക് അടുക്കാൻ പറ്റില്ല. ആ ടൈപ്പാ. അപ്പൊ ഇനി അല്ലാതെ എങ്ങനെ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ മ്യൂസിക് അവിടെ ഏറ്റിട്ടില്ല, അവിടെ ഒട്ടും ഏറ്റിട്ടില്ല. പിന്നീട് പിന്നെ നമ്മള് 1-2 ഷോ കാണാൻ വരികയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഇഷ്ടമായി. പിന്നെ അല്ലാതെ എന്ന് പറഞ്ഞാൽ ബേസിക്കലി സ്വഭാവം മനസ്സിലാക്കി വരിക എന്നുള്ളത് തന്നെയായിരുന്നു. വേറെ ഒരു വഴി ഉണ്ടായിരുന്നില്ല. അല്ല അവർക്ക് ശരിക്കും എന്തുകൊണ്ടാണ് ശരിക്കും ആ ഒരു ഒബ്ജക്ഷൻ വന്നിട്ടുള്ളത്? അവരൊരു കുറച്ച് ഓർത്തഡോക്സ് ഫാമിലിയാണ്. അപ്പൊ അങ്ങനെ അവർക്ക് പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, ഇപ്പം എല്ലാം പറ്റുന്നു. പ്രശ്നമില്ല. ഇപ്പൊ എന്നെക്കാട്ടിലും കൂടുതൽ എന്നെ വിളിക്കുമ്പോഴേ അവൻ എന്ത് പറയുന്നു, അവൻ കഴിച്ചോ, അവൻ ഉറങ്ങിയോ, അവൻ പോയോ, അവൻ വന്നോ, എല്ലാവർക്കും ഏട്ടന്റെ കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. അല്ല പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കാരണം അങ്ങനെ ഒരു എനിക്ക് എൻ്റെ ലൈഫിൽ മ്യൂസിക്കലി ഞാൻ ഇത്രയും ഇപ്പോൾ രജനീഷ് ജിയുടെ മുന്നിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരു പ്രധാന കാരണം സവിജ തന്നെയാണ്. അമ്മയും അച്ഛനും ഓൾറെഡി ഉണ്ട്. പക്ഷെ അവരെന്ന് വെച്ചാൽ അവരുടെ എന്താ പറയുക വിഷൻ എന്ന് പറയുന്നത് കുറച്ച് ലിമിറ്റഡാണ്. എന്ന് വെച്ചാൽ എങ്ങനെ പോകാൻ പറ്റും, എവിടെ എത്താൻ പറ്റും എന്നുള്ള ഇതില്ല. അച്ഛനും അമ്മയും മ്യൂസീഷ്യൻസാണ്. അച്ഛൻ PWD എഞ്ചിനീയർ ആയിരുന്നു. അപ്പം അച്ഛൻ ആ ജോലിയുടെ ഭാഗമായിട്ടാണ് മ്യൂസിക്കിനെ കൊണ്ടുപോയിക്കൊണ്ടത്. അത് സൈഡായിരുന്നു. അപ്പോൾ ഞാനും ആ രീതിയിലാണ് എൻ്റെ അക്കാഡമിക്കൊക്കെ പഠിച്ചു വന്നതും. ഞാൻ കോളേജിൽ വർക്ക് ചെയ്യായിരുന്നു. കാലിക്കറ്റ് ദേവഗിരി സെൻറ് ജോസഫ് കോളേജിൽ മാത്സിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ ഞാനും ആ വഴിക്ക് തന്നെയാണ് പോയിക്കൊണ്ടത്. സൈഡിൽ കൂടെ നമ്മുടെ ഒരു പാഷൻ പോലെ മ്യൂസിക് കൊണ്ടുപോകാം. ആ സമയത്താണ് ഞാൻ ഈ പറയുന്ന പോലെ ഒരു റിയാലിറ്റി ഷോ പങ്കെടുക്കുകയും അത് വിൻ ചെയ്തതിന് ശേഷമാണ് ഗന്ധർവ സംഗീതം വിൻ ചെയ്തതിന് ശേഷമാണ് മൂവീസിൽ മൂവി പാടുമ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ഒരു സാധാരണക്കാരന് എത്തിപ്പെടാൻ പറ്റാത്ത ഒരു മേഖലയാണ് മൂവി മ്യൂസിക് എന്ന് പറയുന്നത്. ഇപ്പോഴും അന്നും അപ്പോൾ എന്തെങ്കിലും ഒരു പെക്യുലാരിറ്റി ഉണ്ടെങ്കിലല്ലേ മൂവിയിലൊക്കെ അപ്പോൾ
അതിന് രാജസേന സാറിന് ഞാൻ ഒരുപാട് താങ്ക്സ് പറയുകയാണ്. സാറാണ് എന്നെ പഠിച്ചത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് എന്തെങ്കിലും ഉണ്ടാവും എൻ്റെ പാട്ടിൽ, അപ്പോൾ ഞാനത് കളയുന്നത് എന്തിനാണ്. അപ്പോൾ ജോലി കളയാൻ കാരണം വേറെ ഒന്നുമല്ല, കാരണം ഇത് രണ്ടും നമുക്ക് ബുദ്ധിമുട്ടാണ്. അതായത് ഒന്ന് ലെക്ചറിങ് ആണ്, മാത്രമല്ല ഞാൻ മാത്സ് ആയതുകൊണ്ട് തന്നെ അന്ന് വലിയ ചോക്ക് ബോർഡാണ്. ചോക്ക് ബോർഡ് നിറയെ നമ്മൾ എഴുതി ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അത് മുഴുവൻ ഞാനിങ്ങനെ ശ്വസിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എനിക്ക് ഒരു മാസത്തോളം ശബ്ദമില്ലാതെ ആയിപ്പോയി. അത് എനിക്ക് ബുദ്ധിമുട്ടായി, കാരണം പാടാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ ഞാൻ ഫിസിഷ്യനോട് ചോദിക്കാൻ, ഫിസിഷ്യൻ പറഞ്ഞു ഒന്നുകിൽ ഏതാ നിങ്ങളുടെ പ്രൊഫഷൻ നിങ്ങൾ തീരുമാനിക്കുക. ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഈ ഒരു പ്രശ്നമുണ്ട്, ഒന്നാമത് ഒച്ചയിട്ട് സംസാരിക്കുമ്പോഴും അതേപോലെ തന്നെ ഈ ചോക്കിൻ്റെ ബുദ്ധിമുട്ടും ഉണ്ടാകും. അത് കാലാകാലം അവർക്കുണ്ടാവും, അവരെ വോക്കൽ കോഡ് അങ്ങനെയായിരിക്കും. അപ്പോൾ നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾ പാടണോ വേണ്ടയോ എന്ന്. അപ്പോൾ ഞാൻ തീരുമാനിച്ചു.